വെൽക്കം ബാക്ക്. പാർട്ട് 2 ഓഫ് ട്രൈങ് ടു ഫിക്സ് മൈ ലൈഫ്. എല്ലാ സമയത്തെയും പോലെ ഈ സമയവും കുറേ ഓവർ തിങ്ക് ചെയ്ത് കുറേ പെർഫെക്ഷൻസിനെ പറ്റി ആലോചിച്ച് ഞാൻ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പോൾ ആലോചിച്ച് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാനിരുന്ന കാര്യങ്ങൾ എൻ്റെ ഇതിപ്പോൾ രണ്ടാമത്തെ ആഴ്ചയായി. വാട്ടെവർ ഞാൻ തിങ്ക് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഇല്ല. അപ്പം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കുള്ള പ്രശ്നമാണ് കറക്റ്റായിട്ട് ഒരു സിസ്റ്റം ഇല്ല. അപ്പം എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട്, എന്താ ചെയ്യാൻ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് തന്നെ ഞാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കി. കുറെ ഇരുന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിലും എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നതിനേക്കാളും നല്ലതൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തു പോകും. അങ്ങനെയാണെങ്കിൽ ഈ 6 മാസത്തേക്ക് അപ്പം ഒരു ലാർജ് ഡ്യൂറേഷൻ എടുക്കുന്നില്ല. കാരണം ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും എനിക്ക് സിസ്റ്റംസ് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 6 മാസത്തേക്കുള്ള ഒരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 4 ഫോക്കസ് ഏരിയാസ് ആണ് മിനിമമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഡിസിപ്ലിൻ. 4 ഫോക്കസ് പില്ലറിൽ ഫസ്റ്റ് വൺ ഡിസിപ്ലിൻ ആണ്, രണ്ടാമത്തേത് സ്കിൽസ്, മൂന്നാമത്തേത് ഹെൽത്ത് ആൻഡ് നാലാമത്തേത് ക്ലാരിറ്റി. 4 എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരേ സമയം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതുവരെയുള്ള ലൈഫിൽ നിന്നും ഡിസിപ്ലിൻ്റെ പുതിയൊരു സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാം, വേക്കപ്പ് അറ്റ് 5 o'clock ഡെയിലി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത മാസം മുതൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. കാരണം ആ ഒരു കാര്യം സെറ്റ് ആയതിനു ശേഷം ഒരു ദിവസം കൊണ്ട് എല്ലാം ശരിയാവണം എന്നില്ലല്ലോ. അപ്പം ആദ്യത്തെ ഒരു മാസത്തേക്ക് 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ള ഹാബിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസിപ്ലിനിൽ എടുത്തേക്കുന്നത്. രണ്ടാമത്തേത് സ്കിൽസ് ആണ്. അതാണ് മെയിൻ ഫോക്കസ്. കാരണം എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്, പിന്നെ എങ്ങനെയാണ് നമ്മുടെ അച്ചീവ്മെന്റ്സ് എന്നുള്ളതെല്ലാം കൂടെ നമുക്ക് അതിലേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നത് സ്കിൽസിലൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്കിൽസ് ആണ് മെയിൻ ഫോക്കസ്. പിന്നെ മൂന്നാമത്തത് ഹെൽത്ത് ആണ്. ഞാൻ കുറേ നാളായിട്ട് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ് എൻ്റെ വെയിറ്റ്. അതായത് ഞാൻ ഓവർ വെയിറ്റ് ആണ്, അത് നോർമലാക്കണം. പിന്നെ അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹെൽത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. അപ്പം അതിൽ ഓരോന്നായിട്ട് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നത്ര, അതായത് ഫിറ്റ് ആവുക, പിന്നെ ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ. അപ്പം എല്ലാം കൂടെ ഒറ്റ സ്ട്രെസ്സിൽ നടക്കണമെന്നില്ല. അപ്പോൾ ആദ്യത്തെ ഒരു മാസം നമുക്ക് പറ്റുന്ന ചെറിയ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തായാലും തേർഡ് പില്ലർ ഈസ് ഹെൽത്ത് ആൻഡ് ഫോർത്ത് വൺ ഈസ് ക്ലാരിറ്റി. അതാണ് ഇനി അങ്ങോട്ടുള്ള വഴി എന്താണെന്ന് ക്ലിയർ ആക്കുന്നത്. ആ ക്ലാരിറ്റിയിൽ ജേർണലിങ്, പിന്നെ അതേപോലെ എന്താണ് എൻ്റെ പ്ലാനിങ്, എന്താണ് എവിടേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊരു മൈൻഡിലൊരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ക്ലാരിറ്റി എന്ന് പറയുന്ന പില്ലർ വെച്ചേക്കുന്നത്. അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി ജേർണലിങ് ചെയ്യുന്നു. പിന്നെ അതേപോലെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്ന സ്കിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ബുക്കിൽ നോട്ട് ചെയ്യും. അത് എല്ലാ ദിവസവും അത് ചെക്ക് ചെയ്ത് നോക്കും. അത് റിഫ്ലക്റ്റ്, ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ തോന്നി. അതിൽ ഈ ക്ലാരിറ്റി എന്നുള്ള കാര്യത്തിൽ ഫസ്റ്റ് തന്നെ ജേർണലിംഗ് ആണ് എടുത്തേക്കുന്നത്. എല്ലാ ദിവസവും അനലൈസ് ചെയ്യും ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്താണ്, എവിടെയൊക്കെ ചെയ്യാൻ പറ്റി, എന്തൊക്കെ ചെയ്തിട്ടില്ല, ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. അതായത് സ്ട്രിക്റ്റ് ആയിട്ടല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ആ ക്ലാരിറ്റി എന്നുള്ള കാര്യത്തിൽ ഹാപ്പിനെസ്സും പിന്നെ അതേപോലെ ലൈഫിലുള്ള സക്സസ്സും കൂടെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യത്തിലും കൂടെ ഒരു ക്ലാരിറ്റി വേണം. കാരണം ഇപ്പം 9 to 5 ജോബ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാപ്പിനെസ് ഇല്ല, ലൈഫില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു പുതിയ സ്കെഡ്യൂളിലേക്ക് വന്ന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ ഹാപ്പിനെസ് പോവാൻ, എനിക്ക് ജീവിക്കാനൊരു സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ക്ലാരിറ്റി എന്നുള്ള ഭാഗത്തിൽ എന്താ എനിക്ക് വേണ്ടത്, എന്താ ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലിയർ കട്ട് വിഷൻ എനിക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ക്ലാരിറ്റി എന്നുള്ള പോർഷൻ വെച്ചേക്കുന്നത്. അപ്പം ഡേയ്സ് സിമ്പിളാണ്. ഒന്നാമത്തേത് വേക്കപ്പ് ഏർലി, പിന്നെ സ്കിൽസ് ഏതെങ്കിലും ഓരോ മാസത്തിലേക്കും ഓരോ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ 100% ആവണമെന്നില്ല, പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ഇട്ടിട്ട് ആ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. പിന്നെ മൂന്നാമത്തത് ഹെൽത്ത്, പിന്നെ നാലാമത്തെ കാര്യം ക്ലാരിറ്റി എന്നുള്ളതാണ്. അത് റിഫ്ലക്റ്റ് ചെയ്യാം, നൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുക. പിന്നെ രാവിലത്തേക്കുള്ള കാര്യങ്ങൾ, അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊന്ന് പ്രീ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്.
ആണ് നെക്സ്റ്റ് 30 ഡേയ്സിലേക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് അധിക കാര്യങ്ങളൊന്നുമില്ല, ഈ 4 പില്ലേഴ്സും എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു 30 ഡേയ്സ് വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എവിടേക്കാണ് എൻ്റെ വീക്ക് പോയിന്റ്സ്, എവിടേക്കാണ് എൻ്റെ എനിക്കൊരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 30 ഡേയ്സ് പ്ലാനും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഓക്കെ, വീക്ക 5 AM ആണ്, അത് ഓക്കെയാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് സ്കിൽസ് ആണ്. അതിൽ മെയിൻലി എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അത് മെയിൻലി ഇംഗ്ലീഷ്. ഞാൻ എല്ലാ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ട് ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന എല്ലാവർക്കും ഉള്ള പ്രശ്നമായിരിക്കും എഴുതാനും വായിക്കാനും. പിന്നെ സ്ട്രക്ചേഴ്സ്, സെൻറ്റൻസുകൾ മനസ്സിൽ കറക്റ്റ് ആയിരിക്കും, പക്ഷെങ്കിൽ പറയാൻ കിട്ടത്തില്ല എന്നുള്ളത്. അതായത് ഫ്ലുവൻസി ഇല്ല. പിന്നെ വൊക്കാബുലറി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെങ്കിൽ ആവശ്യത്തിന് നമുക്ക് പറയേണ്ട സമയത്ത് കറക്റ്റ് വേർഡുകളോ സെൻറ്റൻസുകളോ കിട്ടത്തില്ല. അപ്പം ആ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത് ഞാൻ സ്കിൽസിൽ കമ്മ്യൂണിക്കേഷനിൽ ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ക്ലിയർ ആക്കണം. അതിപ്പം 100% സക്സസ് ആവുമോ, അതിൻ്റെ എങ്ങനെയാ അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതൊന്നും ക്ലിയർ ആയിട്ടില്ല. അപ്പം ഈ ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പ്രോസസ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലാൻ എനിക്ക് വർക്ക് ചെയ്യും. അതൊരു ഫൈനൽ പ്ലാൻ അല്ല, ട്രയൽ ആൻഡ് എറർ പ്ലാനാണ്. അപ്പോൾ ആ പ്ലാനിൽ വർക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പറ്റുന്ന കാര്യമാണ്, അതല്ലെങ്കിൽ അതിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഓരോ ജേർണി എന്തായാലും ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്തത് ഹെൽത്താണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഈറ്റ് ഹെൽത്തി എന്നുള്ളതാണ്. ഒരു നല്ല ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ഡയറ്റ് എന്ന് പറയുമ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് അല്ല. ഞാൻ നോർമലി കഴിക്കുന്ന ഡയറ്റിൽ തന്നെ ചെറിയ ഇംപ്രൂവ്മെൻറ്റ്സ് നടത്തിയിട്ട്, ചെറിയ മാറ്റങ്ങളൊക്കെ നടത്തി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതും ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്നതായിരിക്കും. പിറ്റിയുടെ കാര്യത്തിൽ ഐ എം ഓൾറെഡി പ്ലാൻഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു ജേർണൽ എവറിത്തിങ്. എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത് ക്ലാരിറ്റിയിൽ ജേർണൽ ചെയ്യുക, അത് നൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുക, ചെയ്ത കാര്യങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് നോക്കുക. പിന്നെ ഓവറായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ട് പോകാം, എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഒരുമിച്ച് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം ഞാൻ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ഇങ്ങനെ ഓവർവെൽംഡ് ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റാത്ത വരും. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാനാണ് വിചാരിക്കുന്നത്.